എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തെ നമ്മൾ വായിച്ചു കേട്ടത് സക്രിയയ്ക്ക് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ്. അവിടെ കൃത്യമായിട്ട് പറയുകയാണ്, സക്രിയയെ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെ പറ്റി അവർ ആശ്ചര്യപ്പെട്ടു. പുറത്തേക്ക് വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്രിയയ്ക്ക് കഴിഞ്ഞില്ല. അവിടെ കൃത്യമായിട്ട് പറയുകയാണ്, അവൻ ഏതോ ദൈവത്തിന്റെ ദർശനമുണ്ട്, ദൈവദൂതന്റെ ദർശനം ഉണ്ടായി എന്ന് അവർക്ക് മനസ്സിലായി. അവർ വേറെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കുന്നില്ല, മറിച്ച് സക്രിയ ഒരു പുരോഹിതനാണ്, അവൻ ദൈവസന്നിധിയിൽ കുറെ സമയം എടുത്തു. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇവന് ഏതോ ഒരു ദൈവദൂതന്റെ ദർശനം ഉണ്ടായി എന്നവർക്ക് മനസ്സിലായി. അവരങ്ങനെ സക്രിയയോട് സംസാരിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. സക്രിയ ആംഗ്യം കാണിച്ച് അവരോട് സംസാരിക്കുന്നു. അങ്ങനെ ഊമനായി കഴിയുകയാണ് എന്ന് പറഞ്ഞാൽ സക്രിയ വളരെ പതുങ്ങി, വളരെ ഒതുങ്ങി, മറ്റുള്ളവർ സംസാരിക്കാതെ തൻ്റെ മകന്റെ ജനനത്തിനായിട്ട് സക്രിയ ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് സക്രിയ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ ഒരാളെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സക്രിയ വീട്ടിലേക്ക് പോയി തൻ്റെ ഭാര്യ ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ അവൾ കഴിഞ്ഞുകൂടി എന്ന് പറയുന്നുണ്ട്. എലിസബത്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ജോഡി ദമ്പതികളെയാണ് ഇന്നത്തെ സുവിശേഷത്തില് സഭ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് സക്രിയയാണ്, തൻ്റെ മകന്റെ ജനനത്തിന് വേണ്ടിയിട്ട് വളരെയധികമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സക്രിയ. മൗനത്തിലൂടെ വാക്കുകളൊക്കെ കുറച്ച് മറ്റുള്ളവരോട് മിണ്ടാതെ വളരെ ശാന്തമായിട്ട് ഒരുങ്ങുന്ന ഒരു സക്രിയ. ഇനി 5 മാസത്തേക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടുന്ന ഒരു എലിസബത്ത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ ഈ വൃദ്ധ ദമ്പതികൾ തങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ആകാംക്ഷാപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നത് പോലെ ഈ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലത്തെ ചില ഒരുക്കങ്ങളൊക്കെ നല്ലതാണ്. ഒരുപാട് സംസാരിക്കാതെ മറ്റുള്ള കുറേ സംഭാഷണങ്ങളൊക്കെ കുറച്ച് പതുക്കെ ഒന്ന് ശാന്തതയിലേക്ക് നീങ്ങാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. സക്രിയയെ പോലെ ശാന്തതയിൽ ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് എലിസബത്തിനെ പോലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാതെ, എലിസബത്തിനെ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് തിരക്കുകളൊക്കെ ഒന്ന് കുറച്ച് ദൈവത്തിന്റെ വരവിനായിട്ട് ഒരുങ്ങാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ. ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ സക്രിയയും എലിസബത്തും സ്നാപയോനാന്റെ ജനനത്തിന് ഒരുങ്ങിയത് പോലെ തന്നെ ഈശോയുടെ ജനനത്തിന് നമുക്കും ഒരുങ്ങാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.